ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ പ്രാർത്ഥനയുടെ ഇടമാണ് നിസ്കാരമെന്നറിയണേ അറിയണേ. നീ അല്ലാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. നമസ്കാരത്തിന് വേണ്ടി ഒരടിമ നിന്നാൽ അവൻ അല്ലാഹുവുമായി മുനാജാത്ത് നടത്തുകയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. റബ്ബുമായുള്ള രഹസ്യമായ ഭാഷണമാണ്. എന്ത് പറഞ്ഞാലും സ്വീകരിക്കപ്പെടുന്നതാകുന്ന തലമാണ്. ആ നിസ്കാരത്തിൽ ഒരു സത്യവിശ്വാസി ദുആ ചെയ്യുകയാണ്. അറിയാതെ പോകരുതേ ഉമ്മ, അറിയാതെ പോകരുതേ വാപ്പാ. അത്തഹിയാത്തിൽ ഇരിക്കുന്നത് പോലെ, നീതാ ഒന്നാമത്തെ തഹിയാത്തിൽ ഇരിക്കുന്നത് പോലെ ഇടയിലുള്ള ഇരുത്തത്തിൽ ഇരുന്നുകൊണ്ട് പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. 7 വലിയ പ്രാർത്ഥനയാണ്. റബ്ബി ഗഫിർലി, അല്ലാഹുവേ ഒരുപാട് തെറ്റുകൾ ചെയ്തവനാണ് അല്ലാ, എന്റെ പാപങ്ങളകിലും നീ പൊറുക്കണേ അല്ലാ. വറഹംനി, എനിക്ക് നീ കരുണ ചൊരിയണേ അല്ലാ. നിന്റെ കാരുണ്യത്തിന്റെ കവാടം എന്റെ മേൽ തുറക്കണേ അല്ലാ. വജ്ബുർനി, എന്റെ കാര്യങ്ങൾ പരിഹരിക്കണേ അല്ലാ. ഒരുപാട് പ്രയാസങ്ങളിലൂടെ നടന്നു പോകുന്നവനാണ്, ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ ജീവിച്ചു പോകുന്നവളാണ്. എന്റെ പ്രയാസങ്ങളെ പരിഹരിച്ചു നൽകണേ അല്ലാ. വറഫഅനി, എനിക്ക് നീ ഉയർച്ച നൽകണേ അല്ലാ. ദുനിയാവിൽ എന്നെ താഴ്ത്തിക്കെട്ടാൻ ഒരുപാട് ആളുകളുണ്ട്. ഈ ദുനിയാവിലും ആഖിറത്തിലും നീ വിചാരിച്ചാൽ എനിക്ക് ഉയർച്ച നൽകാമല്ലാ. വറഫഅനി, എന്നെ നീ ഉയർത്തണേ അല്ലാ. ഒരു സത്യവിശ്വാസി അവന്റെ നമസ്കാരത്തിൽ പ്രാർത്ഥന നടത്തുകയാണ്. വറസുഖ്നി, അഞ്ചാമതായി വീണ്ടും അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, എനിക്ക് നീ റിസ്ക് നൽകണേ അല്ലാ. വിഭവങ്ങളെ അധികരിപ്പിക്കണേ അല്ലാ. റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, നല്ല വീട്, നല്ല വാഹനം, നല്ല ജോലി, എല്ലാ കാര്യങ്ങളും തുറന്നു വിഭവങ്ങൾ എന്നാണ് അതിനർത്ഥം. ഇതൊക്കെ നമ്മൾ ചോദിക്കുകയാണ്. എവിടെ? നിസ്കാരത്തിൽ ഇടയിലുള്ള ഇരുത്തത്തിൽ. ആര് ചോദിക്കും? നമ്മളെ കൂടി ഇരിക്കും. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കാൻ. ചെയ്തുകൊണ്ടിരിക്കുന്നത് 7 വലിയ ദുആ ആണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ നമസ്കാരത്തെ നിസ്സാരമായി കാണരുത്. ഏറ്റവും ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ നിസ്കാരം ഇതുവരെ എങ്ങനെ ആയിരുന്നു എന്നുള്ള ചിന്ത ഓരോ ഉമ്മമാരും മനസ്സിലായിക്കോ. റമദാൻ വരെയാണ്, നമ്മൾ ഇനി നിസ്കാരത്തിലേക്ക് മുഴുകാൻ പോവാൻ. അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിച്ചോ, ഇതിന്റെയൊക്കെ അർത്ഥം മനസ്സിലായിക്കോ. അല്ലാഹുവേ വറസുഖ്നി, രാപ്പകലില്ലാതെ ഞാനും എന്റെ ഭർത്താവും എന്റെ മക്കളും ഓടുകയാണ്. എന്റെ ഭർത്താവ് പ്രവാസ ലോകത്തിതാ കഷ്ടപ്പെടുന്നത്, എന്റെ ഭർത്താവ് നാട്ടിൽ പ്രയാസപ്പെടുന്നത് ഈ റിസ്ഖിന് വേണ്ടിയാണ് അല്ലാ. ഈ അരച്ചാണ് വയറ് നിറയ്ക്കാൻ വേണ്ടി അല്ലാ. എനിക്ക് നല്ല ഖൈറായ വാഹനം, ഖൈറായ വീട്, ഖൈറായ ജീവിതമാർഗങ്ങൾ നീ തുറന്നു നൽകണേ അല്ലാ. നീയാണ് റിസ്ഖ് കൊടുക്കുന്നവൻ അല്ലാ. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദ് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ ومستودعها كله في كتاب مبين. ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും ആഹാരം നൽകാൻ കൽപ്പുള്ളവൻ അല്ലാഹുവാണ്. കിഴക്കൻ ചക്രവാളങ്ങളിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂതരങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിലേക്ക് പറന്നു പോകുന്നതായ പക്ഷിപ്പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിക്കുന്നവൻ റാസിഖായ അല്ലാഹ്. ആർത്തിരമ്പി വരുന്ന കടലിന് ആഘാതമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകളെ വേണ്ട വിധത്തിൽ ആഹാരം നൽകുകയും ചെയ്തുകൊണ്ട് നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദ് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ
ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ അല്ലാഹു അവൻ റാസിഖാണ്, റാസിഖാണ്. അവന്റെ മുന്നിൽ ചോദിക്കുന്നതിന് മടിക്കല്ല മുസ്ലിമേ. വടുതലയിലുള്ള പ്രിയപ്പെട്ട വിശ്വാസിനികളെ, മനസ്സുരുക്കി ദുആ ചെയ്യേണ്ട പ്രാർത്ഥനയാണ്. വർസുഖ്നി, എനിക്ക് നീ റിസ്കിന്റെ കവാടങ്ങൾ തുറക്കണേ അല്ലാഹ്. തീർന്നില്ല. വഹ്ദിനി, എനിക്ക് സന്മാർഗത്തിന്റെ പാന്താവ് നീ തെളിച്ചു നൽകണേ അല്ലാഹ്. ഒരുപാട് കള്ളത്തൊരീക്കത്തുകൾ, വ്യാജ ത്വരീക്കത്തുകൾ അഹ്ലുസുന്നയുടെ പേരിൽ തന്നെ കടന്നു വരുന്ന കാലഘട്ടമാണ്. ഈ വ്യാജ ത്വരീക്കത്തുകളിൽ നിന്ന് യഥാർത്ഥമാകുന്ന ദീൻ ഏതാണെന്ന് മനസ്സിലാക്കി എനിക്ക് നിലകൊള്ളാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. 5 വഖ്ത് നമസ്കാരത്തിലൂടെ അല്ലാഹുവിനോട് തേടുന്നതും ആ ഹിദായത്താണ്, ഹിദായത്താണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ പാതയിലേക്ക് നയിക്കണേ അല്ലാഹ്. സിറാത്തുൽ മുസ്തഖീമിലേക്ക് എന്നെ നീ നയിക്കണേ അല്ലാഹ്. രാവിലെ സുബഹി നമസ്കരിച്ചിട്ട് രണ്ടാമത്തെ റക്അത്തിൽ ഖുനൂത്ത് ഓതുമ്പോഴും ആദ്യം തന്നെ കൈ ഉയർത്തിയിട്ട് ദുആ ചെയ്യുന്നത് അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത, നീ സന്മാർഗം കൊടുത്തതായ ആളുകളുടെ കൂട്ടത്തിലേക്ക് ഈ പാവപ്പെട്ടവനാകുന്ന എന്നെ നീ ചേർക്കണേ അല്ലാഹ്. ഈ പാവപ്പെട്ടവളെ നീ ഹിദായത്തിലാക്കണേ അല്ലാഹ്. അത്തഹിയ്യാത്തിലിരിക്കുന്ന അതേ ഇരുത്തത്തിൽ, ഇടയിലുള്ളതാകുന്ന ഇരുത്തത്തിൽ ഇരുന്നുകൊണ്ട് കുറഞ്ഞ സമയമുള്ള സമയത്ത് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുപോലെ ചോദിക്കണേ. വഹ്ദിനി, എനിക്ക് നീ സന്മാർഗത്തിന്റെ വാതിലുകൾ തുറന്നു നൽകണേ അല്ലാഹ്. തീർന്നില്ല. വആഫിനി, എനിക്ക് സുഖമില്ല റബ്ബേ, ക്യാൻസർ ആണെന്ന് ഡോക്ടർമാർ എഴുതിയിരിക്കുകയാണ്. എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അല്ലാഹ്. പനിയുണ്ട്, കഫക്കെട്ടുണ്ട്, തൊണ്ടവേദനയുണ്ട്, തലവേദനയുണ്ട്, കൈകാല് തരിപ്പുള്ളുണ്ട്, കടച്ചിലുണ്ട്, പ്രഷറുണ്ട്, ഷുഗറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട് അല്ലാഹ്. മാരകമാകുന്ന രോഗത്തിന് അടിമപ്പെട്ടവളാണ്, മാരകമാകുന്ന രോഗത്തിന് അടിമപ്പെട്ടവനാണ് അല്ലാഹുവേ. വആഫിനി, എനിക്ക് നീ സൗഖ്യം നൽകണേ അല്ലാഹ്. ഈ 7 വലിയ ദുആകളാണ് മുസ്ലിമേ ഇടയിലുള്ള ഇരുത്തത്തിലുള്ളതെന്ന് നബിയുനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. ഫമ്മജ്ലിസ്, സ്വഹാബി, സ്വഹാബി, നീ ഇടയിലുള്ള ഇരുത്തത്തിൽ ഇരിക്കണേ. ഹത്താ തത്മയിന്ന ജാലിസാ, ആ ഇരുത്തത്തിൽ ഒന്ന് അനക്കമടങ്ങണേ. എന്നിട്ട് നീ ദുആ ചെയ്യണേ. റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. നമ്മളിൽ എത്ര പേര് ഇങ്ങനെ ചെയ്യുന്നുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്തു. കാരണം സ്വഹാബിമാരിൽ പോലും തുടക്ക കാലഘട്ടത്തിൽ ഇതൊക്കെ ശ്രദ്ധിക്കാതെ പോയവരുണ്ട്, ധൃതി പിടിച്ച് നിസ്കരിച്ചവരുണ്ട്. അവർക്ക് പറഞ്ഞു കൊടുക്കുക, നിസ്കാരമല്ല, അങ്ങനെ തലകുത്തി മറിഞ്ഞിട്ട് നിസ്കാരമല്ല. എന്നിട്ട് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നു, ഈ നിസ്കാരം നീ നേരത്തെ 3 പ്രാവശ്യം നമസ്കരിച്ച നമസ്കാരം അത് മുനാഫിക്കിന്റെ നമസ്കാരമാണ്. തിൽക സ്വലാത്തുൽ മുനാഫിഖീൻ സയ്യിദുനാ റസൂലുള്ളാഹി. അത് കപടവിശ്വാസികളുടെ നിസ്കാരമാണ്. യൻഖുറു കമാ യൻഖുറുൽ ഖുറാബു അദ്ദമ, കാക്ക രക്തം കുത്തിയെടുക്കുന്നത് പോലെ ധൃതിയിൽ വന്നുകൊണ്ട് നിലത്ത് കിടക്കുന്നതാകുന്ന എന്തോ സാധനം വന്ന് കുത്തി തിന്നുന്നത് പോലെ അന്ന് തലകുത്തി മറിഞ്ഞിട്ട് പോകുന്ന നമസ്കാരം. ആ നിസ്കാരം ആരുടെ നിസ്കാരം? മുനാഫിഖിന്റെ നിസ്കാരമാണ് സയ്യിദുനാ റസൂലുള്ളാഹി. ഇപ്പോൾ നിനക്ക് ഞാൻ പഠിപ്പിച്ചു തന്ന ഈ അനക്കമടങ്ങിയിട്ടുള്ളതാകുന്ന ദിക്റുകൾ ചൊല്ലിക്കൊണ്ടുള്ള നിസ്കാരം, ഇത് മുസ്ലിമിന്റെ നമസ്കാരം. അല്ലാഹു ആ നമസ്കാരം ശ്രദ്ധിക്കാൻ തൗഫീഖ് തരട്ടെ. അതിലാണ് വിജയം. ഉമ്മ മകളെ നിസ്കരിക്കാൻ വേണ്ടി പറയാം, മോളെ നിസ്കരിക്ക്. അപ്പം അമ്മ പോയി അടുക്കളയിൽ പോയി ജോലി ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും അവൾ അവിടെ അതേ സ്ഥലത്തേന് ഇരിപ്പുണ്ട് മൊബൈലുമായിട്ട്. കാരണം വേഗം തന്നെ തലകുത്തി മറിഞ്ഞിട്ട് 2 മിനിറ്റ് മതി, പെട്ടെന്ന് തന്നെ ഒന്ന് കൊടുത്തിയാൽ. ഇതാണ് ഇപ്പോഴത്തെ നിസ്കാരം. ഈ നിസ്കാരം കൊണ്ട് ഒരു ഫായിദയില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് പഠിപ്പിക്കുകയാണ്. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ് വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലാ സ്വലാഹ് ഖാമൂ കുസാലാ.
يراؤون الناس ولا يذكرون الله إلا قليلا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ലോകരെ പഠിപ്പിക്കുകയാണ്. തീർച്ചയായും മുനാഫിക്കുകളായ ആളുകൾ ആരെന്നറിയുമോ? പരിശുദ്ധ ഖുർആനിൽ അവരെ കുറിച്ച് അല്ലാഹു വ്യക്തമായി പറഞ്ഞു നൽകുകയാണ്. വഇദാ ഖാമൂ ഇലസ്സലാ, നമസ്കരിക്കാൻ വേണ്ടി മുസല്ല വിരിക്കാൻ പറഞ്ഞാൽ, നമസ്കരിക്കാൻ വേണ്ടി മുസല്ല വിരിച്ച് നിസ്കരിക്കാൻ നിന്നാൽ തന്നെ അലസതയാണ്, അലസതയാ. ഖാമൂ കുസാലാ, എങ്ങനെയെങ്കിലും ഈ നിസ്കാരം ഒന്ന് തീർന്നാൽ മതിയായിരുന്നു എന്നുള്ള ചിന്തയാ. അത് പുണ്യങ്ങളുടെ പൂക്കാലമായ സ്വർഗം പരിശുദ്ധമായി ആദരിക്കപ്പെട്ടതായ പവിത്രമായ റമദാൻ മാസത്തിൽ പോലും നമസ്കാരത്തെ ശ്രദ്ധയില്ലാ മടിയാൻ. തറാവീഹിന് പോലും മടി. അല്ലാഹു മളക്കാക്കട്ടെ. നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര അലസതയാ. എവിടെയെങ്കിലും കടന്നാൽ മതി. ഫുഡൊക്കെ അടിച്ച് 4 പള്ളിയിൽ നിന്ന് ഫുഡ് കഴിച്ചിരിക്കുന്നു. ഒരിടത്ത് ബിരിയാണി പൊതി ഉണ്ടെന്ന് പൊതിയ വാങ്ങിച്ചിട്ടുണ്ടോ, അടുത്തടുത്ത് കഴിക്കാണ്ട്. അപ്പൊ ഇവിടെ നിസ്കാരം കഴിഞ്ഞ് പൊതി വാങ്ങിച്ചിട്ട് അടുത്ത തൈക്കാവി പോയിട്ട് അവിടെ നല്ല പൊറോട്ടയും ബീഫും അടിച്ച്. പിന്നെ മൂന്നാമത്തെ ഒരു കുടുംബ വീട്ടിൽ ഭക്ഷണം ഉണ്ടായിരുന്നു, അവിടെയും കഴിച്ച് 4ാമത് വീട്ടിൽ വന്നിട്ട് കഞ്ഞിയും കുടിച്ചു. വീട്ടിൽ കഞ്ഞിയാണ് എല്ലാ ദിവസവും 30 ദിവസം. ബാക്കിയെടുത്ത് റോന്ത് കിട്ടും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. റമളാനാകുമ്പോൾ ഫുള്ള് ഫുഡ് തന്നെ, ഓട്ടത്തോടെ ഓട്ടം. എവിടെയൊക്കെ സ്പെഷ്യൽ ഉണ്ട്, എവിടെയൊക്കെ ഫുഡുണ്ട്, പിള്ളേർ ചെക്കന്മാരെല്ലാം ചോദിച്ചറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കൊണ്ടിരിക്കും. എന്തു ആയിക്കോട്ടെ, ഇതൊക്കെ കഴിച്ചിട്ടും ജമാഅത്തിന് പള്ളിയിൽ വരാൻ താല്പര്യമില്ലെങ്കിൽ പോയില്ലേ? തറാവീഹ് നിസ്കരിക്കാൻ മടിയാണെങ്കിൽ പോയില്ലേ? അതിനോട് അലസതയാണെങ്കിൽ പോയില്ലേ? വലിയ കാര്യമായിട്ട് മുസല്ലയൊക്കെ 10 മടക്കി 2 ഈർക്കിനെയും കൈ വെച്ചോണ്ടൊക്കെ വരുന്നതാണ്. കാരണം ഓരോ 2 റക്അത്ത് കഴിയുമ്പോൾ ഓടിച്ചോടിച്ച് വെക്കാൻ വേണ്ടി 10 കുപ്പി വെള്ളവും കഷത്ത് വെച്ചോണ്ട് റെഡിയായിട്ട് വരികയാണ് ഹാജിയാർ. പള്ളിയിൽ ഫ്രണ്ടിൽ കൊണ്ട് അവല് സഫിലൊക്കെ വെക്കും. കാര്യമായിട്ടുള്ള പരിപാടി. 2 റക്അത്ത് കഴിയുമ്പോൾ ഉടനെ മാമ ഫാത്തി ഓതി പകുതിയായി. അപ്പൊ അങ്ങനെ പൊറോട്ടൊക്കെ തിരിഞ്ഞൊക്കെ അങ്ങനെ നോക്കുക. കാരണം സ്കരിക്കാനുള്ള മടിയുണ്ടായി. അത്രയെങ്കിലും സമയം ലാഭിക്കാമല്ലോ. കൈകെട്ടണ്ട. കുറച്ചേരിങ്ങനെ തിരിഞ്ഞാൽ നോക്കി പിള്ളേരൊക്കെ ഇമാമിന്റെ ജോലി നോക്കുക. മൂപ്പര് മാമ സാധാരണ ഇതൊക്കെ നോക്കണ്ട. സഫ് ശരിയായത് മൂപ്പരെല്ലാം നോക്കുക. പൊറോട്ടിലൊക്കെ തിരിഞ്ഞൊക്കെ നോക്കി പെടലിയൊക്കെ ഒന്ന് ശരിയാക്കി അവസാനം പതുക്കെ ഒന്ന് കൈകെട്ടി വരുമ്പോഴത്തേക്കും വലദ്വാലിനായി. അപ്പൊ ആമീൻ പറയാൻ വേണ്ടി മൂപ്പര് കൈകെട്ടു. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ അവ്വല് തക്ബീറത്തുൽ ഇഹ്റാമിനോട് ചേർന്ന് നിൽക്കൽ വലിയ സുന്നത്ത്. അതൊക്കെ നഷ്ടപ്പെടുത്തി. എത്ര ആളുകൾ ഇങ്ങനെ കാണിക്കുന്നു? 4 റക്അത്ത് കഴിയുമ്പോൾ ഒരു കാവെടുത്ത് അങ്ങോട്ട് കുടിക്കുന്നത് അടിക്കുന്നു. ഭയങ്കര സംഭവം. ഭയങ്കര അലന്തരം മുതൽ പോകുന്ന പള്ളി നോക്കി പോയേക്കുന്നത്. കാണിക്കുന്ന വലിയ സംഭവമാണെങ്കിൽ കുഴപ്പമില്ല. ഈ കണ്ണൂര് പുറത്തിൽ എന്ന് പറയുന്ന വലിയൊരു മക്കാമുള്ള ഒരു പരിസരമുണ്ട്. വലിയൊരു പവിത്രമായ ഒരു മക്കാമുള്ള അബ്ദുൽ ഖാദിർ സാനി എന്നറിയപ്പെടുന്ന വലിയൊരു മഹാൻ അടങ്ങിയിരിക്കുന്ന ഒരു മക്കാമാണ്. കണ്ണൂർ ടൗണിൽ നിന്ന് 8 കിലോമീറ്റർ. അപ്പൊ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം തുടങ്ങി വെച്ചതാകുന്ന കുറെ വിറുതുകളും ഔറാദുകളും ഒക്കെ ചേർത്ത് വെച്ച് തറാവീഹ് നിസ്കരിക്കുന്നവരുണ്ട് അവിടെ. തറാവീഹ് അവിടെ തുടങ്ങുന്നത് രാത്രി 12 മണിക്കാണ്. 12 തുടങ്ങി 4 മണിക്കാ തീരുള്ളൂ. സുബഹിക്ക് തീരുള്ളൂ. ഞാൻ വെറുതെ പറഞ്ഞല്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതേ സിസ്റ്റം. കാരണം ഓരോ 4 റക്അത്ത് കഴിയുമ്പോഴും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം തുടങ്ങി വെച്ച കുറെ ഔറാദുകളുണ്ട്. അതൊക്കെ ചെല്ലിയിട്ടാണ് ഓരോ 4 റക്അത്ത് കഴിയുമ്പോഴും പോവുക. രാത്രി ഒരു 11:30-12 തുടങ്ങുക. സുബഹിയോടടുത്താണ് തറാവീഹ് തീരുക. ഇപ്പോഴും ആളുകൾ അവിടെ നമസ്കരിക്കാൻ വേണ്ടി പോകുന്നവരുണ്ട്. 20 റക്അത്ത് കഴിയുമ്പോൾ 4 മണി 4:30 അന്ന് തുടങ്ങി വെച്ചത് ഇന്നും അത് തുടർത്തിക്കൊണ്ടുവരുന്ന മഹല്ല. അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. നമുക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ പറയും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ ബർക്കത്ത് ഒന്ന് കൊണ്ടുവന്നോളൂ ഇൻഷാ അല്ലാഹ്. നല്ലൊരു സ്വതക്ക എല്ലാവരും നല്ല നിയ്യത്ത് വെച്ച് കൊടുക്കും. എല്ലാവരും ഇൻഷാ അല്ലാഹ് കാര്യമായിട്ട് കൊടുക്കും. അള്ളാഹു നമ്മുടെ സ്വതക്കകളെ സ്വീകരിക്കട്ടെ. ആമീൻ പറയും. ആമീനില്ല ഇവിടെ. അള്ളാഹു നമ്മുടെ സ്വതക്കകളെ സ്വീകരിക്കട്ടെ. എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കട്ടെ. സബസാബീതു ആമീന സുറായില സറാ ഫാനിയം മാ സാലിസൻ ബൽ ഫാനിയൽ അംസാലി ലാ ഇലാഹ ഇല്ലല്ലാഹു لا إله إلا الله محمد رسول الله. അല്ലാഹു ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. സദഖ നീ ഖബൂലാക്കണേ അല്ലാഹ്.
നിയ്യത്തുകൾ സാധൂകരിക്കണേ അല്ലാ. ഏതെല്ലാം നിയ്യത്തുകൾ ഞങ്ങളുടെ മനസ്സിലുണ്ടോ നീ സാധൂകരിക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ നീക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലുവിപത്തുകളെ തൊട്ട് പരിപൂർണമായ കാവൽ ഞങ്ങൾക്ക് നീ നസീബാക്കണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സദഖയെ സ്വീകരിക്കണേ അല്ലാ. പരലോകത്തേക്ക് ഗുണകാംക്ഷിയാകുന്ന ഒരുപാട് നന്മകൾ ഞങ്ങളുടെ ശിഷ്ടകാലഘട്ടത്തിൽ ജീവിതത്തിൽ ചെയ്തു വെക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് നൽകട്ടെ. അപ്പൊ നിസ്കാരത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളായി ഇപ്പൊ പറഞ്ഞു വന്നത്. അതിൽ അലസത വെക്കാൻ പാടില്ല, വളരെ ശ്രദ്ധിക്കണം. അനക്കമടങ്ങൽ നിർബന്ധമാണ്. ഓരോന്നിലും സ്പീഡിൽ നിസ്കരിച്ച് പോവുകയും ചെയ്യരുത്, വളരെ ശ്രദ്ധിക്കണം. എന്തായാലും ഒന്നു എടുക്കുന്നു, എന്തായാലും നിസ്കരിക്കുന്നു, മുസല്ലവിരിക്കുന്നു. അപ്പൊ ആ നിസ്കാരം നല്ല റാഹത്തായിട്ട് ചെയ്താൽ വലിയ ഗുണമുണ്ടാവും. ദുനിയാവിലെ എല്ലാ കാര്യവും റാഹത്താവും, ആഖിറവും റാഹത്താവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹ് ഖുർആനിലൂടെ പറയാണ്, നിസ്കരിക്കാൻ വന്നാൽ അലസത കാണിക്കുന്നവരുണ്ടോ അവർ മുനാഫിക്കാണ്, കപട വിശ്വാസികളാണ്. നമ്മളെ കൂട്ടത്തിൽ അങ്ങനെ ഉണ്ടോ എന്ന് ചിന്തിക്കും. ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അതിൽ ഉൾപ്പെടും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. തറാവീഹ് കഴിഞ്ഞ ആദ്യം നോക്കുന്നത് ക്ലോക്കിലേക്കാണ്. ഇന്നിപ്പോ ഇമാമ് 10:05 സാധാരണ തീരും. 10:05 തന്നെയാണോ തീർന്നത്? അതല്ല 3 മിനിറ്റ് അപ്പുറത്തോട്ട് പോയോ? നേരത്തെ നിർത്തിയോ? നേരത്തെ നിർത്തിയെങ്കിൽ ഇമാമിനെ വിളിച്ചോണ്ട് ഷവർമ കഴിക്കാൻ പോകും. റാഹത്തായിട്ട് നേരത്തെ നിർത്തിയതിന്റെ വക ഒരു ട്രീറ്റ്. അഥവാ 2 മിനിറ്റ് കഴിഞ്ഞു പോയാൽ ഖത്തീബിന്റെ റൂമിൽ ചെല്ലും. കൈമടക്ക് കൊടുക്കാനാന്ന് കരുതി ഖത്തീബ് വരവേക്കും. ആ ഹജിയാരിക്കുന്നത് 3 മിനിറ്റ് വൈകിട്ടുണ്ട്, അത് പറയാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് ഇറങ്ങിപ്പോയി. ഇതൊക്കെയാണ് നമ്മുടെ ഖൗമ്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. എത്രയും വേഗം ഒന്ന് തീർത്തിട്ട് ഒഴിയാന്നുള്ള ചിന്താഗതിയാണ്. ഇതൊക്കെ ഒരു മടിയാക്കി കഴിഞ്ഞു. കാരൊക്കെ ഒരു അലസതയാണ്, വെറുതെ ഒരു കാട്ടിക്കൂട്ടലാണ്. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അമൽ ചെയ്യുന്നതായ ആളുകളെ ആഖിറം നഷ്ടമാണ്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അമൽ ചെയ്യുന്നവരെ നിങ്ങൾ മുനാഫിക്കാണെന്ന് വിശുദ്ധമായ ഖുർആൻ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന്റെ ഇടയിലേക്ക് കടന്നു വരുമ്പോൾ സ്വഹാബത്ത് ഇതാ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദജ്ജാലിനെ കുറിച്ചുള്ള ചർച്ചയാണ്. അവസാന കാലഘട്ടത്തിൽ ജനങ്ങളെ ഫിത്നയിലാക്കാൻ വരുന്ന ദജ്ജാലിനെ കുറിച്ചുള്ള ചർച്ചയിൽ നിലകൊള്ളുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവരുടെ അടുക്കലേക്ക് കടന്നു ചെന്നിട്ട് പറയുകയാണ്, ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മേൽ ഭയക്കുന്നത്, ദജ്ജാലിനേക്കാൾ ഭയക്കുന്നത് അശ്ശിർകുൽ ഖഫിയു, രഹസ്യമായ ശിർക്കാണ്, പങ്കു ചേർക്കലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. രഹസ്യമായ അല്ലാഹുവിനോടുള്ള ആരാധനയിലുള്ള പങ്കു ചേർക്കലാണ് ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏറ്റവും വലിയ അവസാന കാലഘട്ടത്തിലെ ഫിത്നയായി റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ് ദജ്ജാലിന്റെ ഫിത്ന. അതുകൊണ്ടാണല്ലോ അത്തഹിയാത്തിൽ, അവസാനത്തെ അത്തഹിയാത്തിൽ ഇരുന്നുകൊണ്ട് ഓരോ വിശ്വാസിനികളും ആ ദജ്ജാലിനെ തൊട്ട് കാവൽ തേടാറില്ലയോ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹി അദ്ദജ്ജാൽ. ഖബറിന്റെ ശിക്ഷയെ തൊട്ട്, നരകത്തിന്റെ ശിക്ഷയെ തൊട്ട്, ജീവിതത്തിലും മരണാസന്ന വേളയിലുമുള്ളതാകുന്ന ഫിത്നകളെ തൊട്ട് കാവൽ തേടുന്നതിനോടൊപ്പം അവസാനമായ കാവൽ തേടാ റസൂലുള്ളാഹി പഠിപ്പിച്ചത് ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. ഈ ദജ്ജാലിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മാ മിൻ നബിയ്യിൻ ഇല്ലാ വഖദ് അൻദറ ഖൗമഹു അനിൽ മസീഹി ദജ്ജാൽ. ലോകത്ത് കടന്നു വന്നിട്ടുള്ളതായ എല്ലാ അംബിയാ മുർസലീങ്ങളും ദജ്ജാലിനെ കുറിച്ച് അവരുടെ സമുദായത്തോട് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടത്രേ. അവസാന കാലഘട്ടത്തിൽ മുത്തുനബിയുടെ കാലത്ത് വരുന്നതായ അഥവാ നബിതങ്ങളുടേതാകുന്ന സമുദായത്തിൽ വരുന്നതായ ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ അംബിയാ മുർസലീങ്ങളും അവരുടെ മതാകുന്ന സമുദായത്തോട് മുന്നറിയിപ്പ് നൽകിയെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്തിനാണ്
അത്രയേറെ ഫിത്ന വരുത്തുന്ന വ്യക്തിയാണ് ദജ്ജാൽ. അവനെ കുറിച്ച് അറിയൽ നിർബന്ധമാണ്. ആ ദജ്ജാലിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സദസ്സിലേക്ക് നബി തങ്ങൾ കടന്നു വന്നിട്ട് പറയുകയാണ്, സ്വഹാബ, ഈ ദജ്ജാലിനേക്കാൾ കൂടുതൽ ഫിത്ന നിങ്ങളുടെ മേൽ ഞാൻ ഭയക്കുന്നത് ഒരു കാലഘട്ടം കടന്നു വരും. അന്ന് ജനങ്ങൾക്കിടയിൽ അവർ ചെയ്യുന്നതാകുന്ന അമലുകളിൽ പാളിച്ചയുണ്ടാകുമേ. അശ്റുകുൽ ഖഫിയു, രഹസ്യമായി അല്ലാഹുവിനോടുള്ള പങ്കു ചേർത്തുള്ള ആരാധനയാണ്. സഹാബത്ത് ചോദിക്കുകയാണ്, വമശ്റുകുൽ ഖഫിയു യാ റസൂലല്ലാഹ്, നബിയേ എന്താണ് ഈ ശിർകുൽ ഖഫിയ്, രഹസ്യമായ ശിർക്ക് ഏതാണ് റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ശിർകുൽ ഖഫി എന്ന് പറഞ്ഞാൽ ഒരു സത്യവിശ്വാസി അവൻ നമസ്കരിക്കുന്നുണ്ട്, മറ്റൊരാൾ അവന്റെ നമസ്കാരം കാണുമ്പോ ആ നമസ്കാരത്തിനെ മോടി പിടിപ്പിക്കുന്നുണ്ട് എങ്കിൽ, അതിനെ കൂടുതൽ നന്നാക്കാൻ പരിശ്രമിക്കുന്നുണ്ട് എങ്കിൽ, ആളുകൾ കാണാൻ വേണ്ടിയുള്ള അമൽ ചെയ്യലായി മാറിയാൽ അത് അല്ലാഹുവിനോടുള്ള ആരാധനയിൽ പങ്കു ചേർത്തുള്ള ആരാധനയാണ്. ദജ്ജാലിനേക്കാൾ വലിയ നാശമാണ് അതുകൊണ്ടുണ്ടാവുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മളിൽ അതല്ലേ? ഇന്ന് എത്ര ആളുകൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പോക്കുന്നുണ്ട്, എല്ലാ കാര്യവും വിളിച്ചു പറയാൻ. ഞാൻ 10 ഉംറ ചെയ്തു, 4 ഉംറ ചെയ്തു, അങ്ങനെ ചെയ്തു, കഅബയുടെ കില്ല എങ്ങനെ പിടിച്ചു, അതെങ്ങനെ പിടിച്ചു, ഖുർആൻ അങ്ങനെ ഓതി, രാത്രി നിന്നുകൊണ്ട് ഓതി, എല്ലാം പറയാൻ. 70,000 ദിക്ർ ചൊല്ലി, 40,000 ഖത്ത് ഓതി, ഒക്കെ അങ്ങനെ വെളിപ്പെടുത്തുക. എന്തെങ്കിലും ചെയ്തെങ്കിൽ അവിടെ കടക്കല്ല, എല്ലാവരെയും അറിയിക്കുക, ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, അത് ചെയ്തു. തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേറ്റപ്പോ അങ്ങനെ കണ്ടു. കാരണം തഹജ്ജുദ് നിസ്കരിക്കുന്നുള്ളത് നൈസായിട്ട് അങ്ങ് അറിയിച്ചു കൊടുക്കുക. ഇങ്ങനെ മറ്റുള്ളവരുടെ അമലിനെ പറ്റി പറയൽ ഇത് ദജ്ജാൽ വരുന്നതിനേക്കാൾ വലിയ നാശമുണ്ടാക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വമാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീലാ, വളരെ കുറഞ്ഞ സമയം മാത്രമാണ് അള്ളാഹുവിനെ കുറിച്ച് ഇവർ ഓർക്കുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ശരിയല്ലേ? കുറഞ്ഞ സമയം മാത്രം. നമ്മൾ എത്ര നേരമാണ് ഒരു ദിവസം? 24 മണിക്കൂറുണ്ട്. എത്ര നേരം അള്ളാഹെ ഓർക്കുന്നുണ്ട്? ആകെ ഓർക്കുന്നത് നിസ്കാരത്തിലാണ്. നിസ്കാരം പോലും ശ്രദ്ധയില്ല. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ الذين هم في صلاتهم خاشعون. നമസ്കാരത്തിൽ വളരെ ഭയഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി നമസ്കാരത്തെ ഗൗനിക്കുന്നതായ സത്യവിശ്വാസികളെ അവർ വിജയിച്ചവരാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ലതുപോലെ ശ്രദ്ധിക്കണം. നമസ്കാരത്തിൽ വളരെ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിനോട് അലസത വെച്ചാൽ ഈ കോലത്തിലാകും. മുനാഫിക്കീങ്ങളാവും. മുനാഫിക്കായാലോ മുനാഫിക്കീങ്ങളുടെ അവസാനം എവിടെയാണ് അവരെത്തുക? അല്ലാഹ്, ഇന്നൽ മുനാഫിഖീൻ ഫി ദർകിൽ അസ്ഫലി മിനൻ നാർ വലാ തജിദ ലഹും നസീറാ. കപട വിശ്വാസികളായ ആളുകൾ, നമസ്കാരത്തെ അലസത വെക്കുന്നതായ ആളുകളെ കാണിക്കാൻ വേണ്ടി അമൽ ചെയ്തുകൊണ്ട് നമസ്കരിക്കുന്നതായ ആളുകൾ, കുറഞ്ഞ സമയം മാത്രം അള്ളാഹുവിന് വേണ്ടി നമസ്കരിച്ചുകൊണ്ട് വേഗം നമസ്കാരത്തെ ചുരുക്കുന്നതായ ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾക്ക് തീർച്ചയായും മുനാഫിക്കീങ്ങളാണ്. ആ മുനാഫിക്കീങ്ങൾ എവിടെയാണ് എത്തിച്ചേരുക? അല്ലാഹു ഖുർആൻ ഉറപ്പെടുത്തുകയാണ്, ഇന്നൽ മുനാഫിഖീന ഫി ദർകിൽ അസ്ഫലി മിനൻ നാർ. നരകത്തിന്റെ ഏറ്റവും അടിത്തട്ട് അവർക്കാണുള്ളത് എന്ന് വിശുദ്ധമായ ഖുർആൻ. വലാ തജിദ ലഹും നസീറാ. അവരെ സഹായിക്കാൻ ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല എന്ന് വിശുദ്ധമായ ഖുർആൻ. കാക്കുമാറാവട്ടെ. ശ്രദ്ധിക്കണം. വനുഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാഥ് ഇലാ റബ്ബിഹിം യാസിലൂൻ. ഖാലൂ യാ വൈലനാ
بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون. പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീൻ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പാരായണം ചെയ്യുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ, അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്ത് യാസീനിലൂടെ ലോകരെ പഠിപ്പിക്കുകയാണ്. ലോകം മുഴുവനും തിന്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ, കള്ളിലേക്കും വ്യഭിചാരത്തിലേക്കും അശ്ലീലതയിലേക്കും ജനങ്ങൾ മുഴുകുമ്പോ, സ്വന്തം മാതാപിതാക്കളെ പോലും ജീവൻ നൽകിയതിന്റെ പേരിൽ കൊടുവാൾ കൊണ്ടുവന്ന് വെട്ടിക്കൊണ്ട് കൊലപ്പെടുത്തുന്നതായ മക്കളുണ്ടാകുമ്പോ, ലഹരിയിലേക്ക് മക്കൾ പരിപൂർണമായി ആർമാദിക്കുമ്പോ, ഇതാ ലോകാവസാനത്തിന്റെ വിളിയാളവുമായി കടന്നു വരുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലോ, വയക്സുറുൽ ഹർജു, അവസാന കാലഘട്ടമാകുമ്പോ കൊലപാതകങ്ങൾ അധികരിക്കുമേ. സ്വന്തം മാതാവിനെ, പിതാവിനെ, സഹോദരനെ, ഭർത്താവിനെ, ഭാര്യയെ, മക്കളെ, കൂട്ടുമക്കളെ, കൊച്ചുമക്കളെ കൊല്ലുകയാണ്. എവിടെ നോക്കിയാലും ഏതെല്ലാം പത്രമാധ്യമങ്ങളെടുത്ത് പരിശോധിച്ചാലും പരിപൂർണമായി കേൾക്കുന്നത് കൊലപാതകമാണ്. അല്ലാ അവസാന കാലഘട്ടമാകുമ്പോ കള്ളുകുടി അധികരിക്കുമത്രേ, കൊലപാതകം അധികരിക്കുമേ, വ്യഭിചാരം അധികരിക്കുമേ. ഇതെല്ലാം അധികരിച്ചുകൊണ്ട് മുന്നേറുമ്പോ ഇതാ ലോകാവസാനത്തിലേക്കുള്ള വിളിയാളമാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഊത്ത് വരുമ്പോ ജനങ്ങൾ മുഴുവനും പേടിക്കുകയാണ്. രണ്ടാമത്തെ ഊത്തിലൂടെ ജനങ്ങൾ മുഴുവനും മരിക്കുകയാണ്. മൂന്നാമത്തെ ഊത്തിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. വനുഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാസ് ഇലാ റബ്ബിഹിം യസിലൂൻ. സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ മൂന്നാമത്തെ ഊത്തങ്ങോട് കടന്നു വരുമ്പോ ഖബർ പിളർന്ന് ഇതാ ജനങ്ങൾ ഇതാ മഹ്ശറിലേക്ക് കടന്നു വരുകയാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള ഓരോ പ്രവാചകന്മാരുടെ കീഴിലായി അതത് സമുദായക്കാർ മഹ്ശറിലേക്ക് കടന്നു വരുമത്രേ. അല്ലാ إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون. ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ സൂറന്ന കാഹളത്തില് ഒരൊറ്റ അട്ടഹാസമാണ്, ഒരൊറ്റ ശബ്ദത്തിന്റെ കോലാഹലമാണ്. അതിലൂടെ ജനങ്ങൾ മുഴുവനും അല്ലാഹുവിലേക്ക് സഫ് സഫായി കടന്നു വരുകയാണ്. യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫാ ലാ യതകല്ലമൂൻ. ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ളതാകുന്ന വരാനിരിക്കുന്നതായ ഏതെല്ലാം മനുഷ്യരുണ്ടോ, സത്യവിശ്വാസികളുണ്ടോ, അവരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന തലമാണല്ലോ മഹ്ശറ. ഇന്ന് ജീവിച്ചിരിക്കുന്നവരും വരാനിരിക്കുന്നവരും കഴിഞ്ഞു പോയതുമാകുന്ന ജനകോടികളെ മുഴുവനും ഒരുമിച്ച് കൂട്ടുകയാണ്. അവിടേക്ക് ഇതാ നിരീശ്വരവാദികളുണ്ട്, യുക്തിവാദികളുണ്ട്, ഈ ലോകത്ത് കടന്നു വന്ന വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്, മുഅ്മിനീങ്ങളുണ്ട്, അല്ലാത്തവരുണ്ട്. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുകയാണ്. ലോകത്തുള്ളതാകുന്ന സർവ്വ മലായികത്തുകളും സഫ് സഫായി അല്ലാഹുവിന്റെ മുന്നിൽ അണിനിരക്കുന്ന സ്ഥലമാണ്. അല്ലാ ഖബർ പിളർന്നുകൊണ്ട് പുറത്തേക്ക് വരുന്നതായ മനുഷ്യർ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, മൻ ബഅസനാ മിൻ മർഖദിനാ, ഈ ഉറക്കിൽ നിന്ന് ഞങ്ങളെ വിളിച്ചുണർത്തിയത് ആരാണ്? നല്ല നിർദ്രയിൽ കഴിഞ്ഞിരുന്ന ഞങ്ങളെ ഈ ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്തിയത് ആരാണ്? അപ്പോഴാണ് മറുപടി നൽകുന്നത്, ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ഈ
ലോകത്ത് പടച്ച റബ്ബിനെ കൃത്യമായി ആരാധന നിർവഹിച്ച് 5 വഖത്ത് കൃത്യമായി ജമാഅത്ത് ശീലിച്ചതായ ഏതൊരു മുസ്ലിമുണ്ടോ, ഏതൊരു മുഅ്മിനുണ്ടോ, അവ്വൽ വഖത്തിൽ കൃത്യമായി നമസ്കരിച്ചതായ ഏതൊരു ഉമ്മയുണ്ടോ, ചെറുപ്പക്കാരികളുണ്ടോ, കള്ളു കുടിക്കാതെ, വ്യഭിചരിക്കാതെ, സിനിമ കാണാതെ, സീരിയൽ ദർശിക്കാതെ, മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് കണ്ണുകളും ശരീരത്തിന്റെ അവയവങ്ങളും കൊണ്ടുപോകാതെ അല്ലാഹുവിലേക്ക് തിരിച്ചതായ ഏതൊരു സത്യവിശ്വാസി വിശ്വാസിനിയുണ്ടോ, അവർക്കിതാ വാഗ്ദാനം നൽകപ്പെട്ട ദിവസമാണ്, സ്വർഗം നൽകുന്ന ദിവസമാണ്. കണ്ണുകൾ കൊണ്ട് ഹറാമ് കണ്ടവരെ, കൈകൾ കൊണ്ട് ഹറാമ് പിടിച്ചവരെ, കാലുകൾ കൊണ്ട് ഹറാമിലേക്ക് നടന്നവരെ, ഹൃദയം കൊണ്ട് ഹറാമ് ചിന്തിച്ചവരെ, മോശപ്പെട്ട തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോയവരെ, നിങ്ങൾക്കും ഇതാ വാഗ്ദാനം ചെയ്തപ്പെട്ടതായ ദിവസമാണ്. ഇന്ന് നരകം നൽകുന്ന ദിവസമാണ്. കള്ളു കുടിച്ചവരല്ലേ, വ്യഭിചരിച്ചവളല്ലേ, സിനിമ കണ്ടവരല്ലേ, സീരിയൽ ദർശിച്ചവരല്ലേ, റീൽസ് കളിച്ചുകൊണ്ട് നിലകൊണ്ടവരല്ലേ, സ്വന്തം മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിട്ടവരല്ലേ, അവരെ അവഗണിച്ചവരല്ലേ, സ്വന്തം മക്കൾക്ക് കുടുംബങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാതെ സ്വന്തം കാര്യം നോക്കി നടന്ന് അടിച്ചു പൊളിച്ചതാകുന്ന രക്ഷിതാക്കളല്ലേ, അല്ലാഹു ആകുന്ന റഹ്മാനായ പടച്ച റബ്ബ് വാഗ്ദാനം ചെയ്ത ദിനമാണ്. അമ്പിയാക്കൾ സത്യമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞതായ ദിവസമാണ്. എല്ലാവരും അല്ലാഹുവിന്റെ മുന്നിലേക്ക് വരും, എല്ലാവരും റബ്ബിന്റെ മുന്നിൽ വരും. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ തറക സ്വലാതൻ മുതഅമ്മിദാ, ആരെങ്കിലും നമസ്കാരത്തെ മനഃപൂർവ്വം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ കതബല്ലാഹു ഇസ്മഹു അലാ ബാബിൻ ജഹന്നമ, ജഹന്നം എന്ന നരകത്തിന്റെ വാതിൽമേൽ അവന്റെ നാമം അല്ലാഹു രേഖപ്പെടുത്തുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നിന്നെ കാത്തിരിക്കുന്ന നരകം, ആ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടി ഇതാ നിന്റെ പേരതിൽ രേഖപ്പെടുത്തുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നരകത്തിന്റെ വാതിൽക്കൽ തന്നെ പേരെഴുതി വെച്ചിരിക്കാം, നിസ്കാരം ഇല്ലാത്തവന്റെ പേര്. ബാബാ ഇങ്ങോട്ട് കടന്നു. മാ സലകകും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. നരകാവകാശികളായ ആളുകൾ നാളെ നരകത്തിൽ പ്രവേശിക്കപ്പെട്ടത് കണ്ടിട്ട് സത്യവിശ്വാസികളായ നാട്ടുകാർ, കൂട്ടുകാർ, ബന്ധുക്കൾ അവരെ കാണുമ്പോ, അവരെ നരകത്തിൽ കിടക്കുന്നതായ ഹാജിയാരെ കാണുമ്പോ, നരകത്തിൽ കിടക്കുന്ന ഹജ്ജുമ്മയെ, അതാ പ്രായം ചെന്നതാകുന്ന ഉമ്മമാരെ, ചെറുപ്പക്കാരികളെ കാണുമ്പോ, സ്വർഗത്തിൽ കിടക്കുന്ന ആളുകൾ ചോദിക്കും, മാ സലകകും ഫീ സഖർ, ഈ നരകത്തിൽ നിങ്ങൾ എന്തേ പ്രവേശിക്കാനുള്ള കാരണം? നിങ്ങൾ വലിയ ആബിദത്താണെന്നായിരുന്നല്ലോ പറഞ്ഞത്, നിങ്ങൾ നല്ല സാലിഹത്തായിരുന്നല്ലോ ഉമ്മ. അപ്പോൾ അവർ മറുപടി നൽകും, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കാരം ഉപേക്ഷിച്ചവരായിരുന്നു, ഞങ്ങൾ നിസ്കരിക്കാത്തവരായിരുന്നു. ബാക്കിയൊക്കെ ഉണ്ട്. 3 ഹജ്ജ് 4 ഉംറ ഒക്കെ ചെയ്ത് വലിയ സംഭവമായിട്ട് നടന്നാണ്. നിസ്കാരത്തിന്റെ വിഷയത്തെ മാറി നിന്നിരുന്നു. നിസ്കരിക്കാൻ വരുമ്പോ കടയിൽ പോയി തന്നെ ഇരിക്കും കച്ചവടക്കാര്, പുറത്തിറങ്ങൂല. ജുമുഅയ്ക്ക് പോലും ഇറങ്ങാത്ത ആളുകൾ നാളെ ആഖിറത്തിൽ പടച്ച റബ്ബിന്റെ ദർബാറിൽ അവർക്ക് നൽകുന്ന നരകം, ആ നരകത്തിൽ പ്രവേശിക്കപ്പെട്ട് അവർ അവിടെ നിന്നുകൊണ്ട് വിലപിച്ചു പറയും, ലം നകും മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ നരകത്തിലേക്ക് ഇട്ടത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് റമദാൻ വരെയാണ്, നല്ലതുപോലെ നിസ്കരിക്കാൻ വേണ്ടി വളരെയേറെ ശ്രദ്ധ പതിപ്പിക്കണം. ഒരൊറ്റ വഖത്ത് പോലും ഒഴിവാകരുത്. അവിടെ നമ്മളെ രക്ഷിക്കാൻ ആരും ഉണ്ടാവൂല. ഫമാ തൻഫഉഹും ശഫാഅത്തു ശാഫിഈൻ ഫമാ ലഹും അനി തദ്കിറതി മുഅ്രിദീൻ. ഈ
ദുനിയാവിൽ നിനക്ക് ശുപാർശ ചെയ്ത് നിന്നെ രക്ഷപ്പെടുത്തിയതായ കൂട്ടുകാരുണ്ടാകും, നാട്ടുകാരുണ്ടാകും, അഡ്വക്കറ്റുണ്ടാകും, നിനക്ക് എല്ലാവിധ സഹായങ്ങൾ ചെയ്തിട്ടുള്ളതായ ആളുകളുണ്ടാകും. ഒരാൾ പോലും നിന്നെ ശുപാർശ ചെയ്ത് രക്ഷപ്പെടുത്താൻ മഹ്ശറയിൽ ഉണ്ടാവുകയേ ഇല്ല. അവരുടെ ശുപാർശയൊന്നും അല്ലാഹുവിന്റെ അടുക്കൽ വില പോകുകയില്ല. ഫമാ തൻഫഉഹും ശഫാഅത്തു ശാഫിഈൻ. അവരുടെ ശുപാർശയൊന്നും വില പോകില്ല. അവിടെ ദുനിയാവിൽ നിനക്ക് കൂട്ടുകാരുണ്ട്, ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ട് ഒരാളുണ്ട്, പണത്തിന്റെ സ്വാധീനമുള്ള ആളുകളുണ്ട്, ഒരുപാട് അഡ്വക്കറ്റിനെ അറിയാം, പോലീസുകാരുമായിട്ട് വലിയ ബന്ധമാണ്, ഉദ്യോഗസ്ഥരായിട്ട് ബന്ധമാണ്. ഇവിടെ നീ എങ്ങനെ തരികടൊക്കെ കാണിച്ചൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. അവിടെ ഒരു രക്ഷയും ഉണ്ടാവില്ല. അവിടെ നിങ്ങൾക്ക് ജാമ്യം എടുത്തരാൻ ഒരു മനുഷ്യനില്ല. അതാണ് ഖുർആൻ പറയുന്നത്. ഒരാളുടെ ജാമ്യം സ്വീകരിക്കുകയുമില്ല. വർത്താനം പറയാൻ പോലും പറ്റൂല. പിന്നല്ലേ കാര്യം.